കാരണം സുരേഷ് ഗോപി നന്നായിട്ട് അറിയാവുന്ന ആളാണ്, അല്ല, നല്ല അറിയാവുന്ന അന്നേ പരിചയമുള്ള പറയാം ആളാണ്, എന്തുകൊണ്ട് അദ്ദേഹം സൗഹൃദമുള്ള ജയിച്ചു, ആളാണ്. വോട്ട് കൂടുതൽ കിട്ടിയോണ്ട്. എന്തുകൊണ്ട് ഞാൻ തോറ്റു, വോട്ട് കൂടുതൽ കിട്ടാത്തതുകൊണ്ടാണ്. ഉം. അപ്പോൾ അദ്ദേഹത്തെ അംഗീകരിച്ച് കഴിഞ്ഞു, അദ്ദേഹം ജയിച്ചു കഴിഞ്ഞു. ജയിച്ചു കഴിയുമ്പോൾ പിന്നെന്താണ്, ആ അദ്ദേഹത്തെ പറ്റി നല്ലത് എഴുതൂ, അതിന് പകരം എന്ത് വെച്ചാൽ നെഗറ്റിവിറ്റി വരും. തെറ്റല്ല, കാരണം അദ്ദേഹം റിയാക്ട് ചെയ്യുന്നൊരു മനുഷ്യനാണ്. എന്നാലും ഒരു ജനപ്രതിനിധി അങ്ങനെ റിയാക്ട് ചെയ്യും, കാരണം കുറച്ചുകൂടി ഒന്ന് അല്ല, മയപ്പെടേണ്ടതില്ലേ? അതെന്താണെന്നറിയോ, പല തരത്തിലാണ് അദ്ദേഹം. അങ്ങനെയാണ് ഓരോ മനുഷ്യരെ ഡിസൈൻ ചെയ്യുന്നുണ്ട് അദ്ദേഹം. ഞാനിപ്പോൾ ഒരു കലാകാരനാണ്ട്, ഞങ്ങളെല്ലാവരും കുറച്ച് ഇമോഷണൽ ആയിരിക്കും. ഉം. കാര്യം മനസ്സിലായില്ലേ? ഉം. ഇപ്പം തന്നെ ഒരാൾ ഈ ഇത്രയും രാഷ്ട്രീയക്കാരിൽ വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ സഹായം ചെയ്തിട്ടൊരു മനുഷ്യനാരാ ഇന്നും പെട്ടെന്ന് ആരുടെ മനസ്സിൽ വരും? കേരളത്തിലെ 140 MLA, അല്ലെ, ഇപ്പോൾ ജയിച്ച 20 MP എടുക്കും, ഏറ്റവും കൂടുതൽ ജനങ്ങളെ സഹായിച്ചിട്ടൊരു വ്യക്തി ആരാണെന്നാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്? ഉം. സുരേഷ് ഗോപിയുടെ പേരിൽ വേറെ ആരെങ്കിലും വരുമോ? അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. കാരണം ഉം. എല്ലാവർക്കും ഇപ്പം എൻ്റെ പോരായ്മകൾ എടുത്താലുണ്ടല്ലോ, എണ്ണിയാ തീരാത്ത പോരായ്മ എനിക്കുണ്ട്. അതങ്ങനെയാണ്. ഉം. നല്ലതുമുണ്ട്. പക്ഷേ എൻ്റെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് എത്തിക്കാൻ വലിയ പാടുപെടും. പക്ഷെ അതേസമയം ഇതെല്ലാം എവിടെ വരുന്നറിയോ, മിണ്ടാതെ വീട്ടിൽ ഇരുന്ന ഒരു കുഴപ്പവും നമുക്ക് ശത്രു കാണില്ല.